സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു സിനിമ കണ്ടിട്ട്. അത് ഇമോഷൻസ് കണ്ടിട്ടല്ല, ലാലേട്ടനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിന് എൻ്റെ ഹൃദയത്തിനും ആ ഹൃദയപൂർവ്വം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അടിപൊളി മൂവി, സൂപ്പർ, പ്രതീക്ഷ മനസ്സിന് ഹൃദയപൂർവ്വം ഹൃദയത്തിലുണ്ട്. നല്ല രസമായിരുന്നു. കാരണം ചിരിക്കാണ്, ചിരി കളി എല്ലാ സാധനം ഫുള്ള് സത്യനന്ദിക്കാട് മൂഡ്. ഓണം കപ്പടിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. ഹൃദയപൂർവ്വം എൻ്റെ മനസ്സിന് എൻ്റെ ഹൃദയത്തിനും ആ ഹൃദയപൂർവ്വം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ട് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച സംഗീത് പ്രമോദ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ ലക്കാണ് ലാലേട്ടൻ്റെ കൂടെ ഈ ഒരു സിനിമയിൽ അവൻ അഭിനയിക്കാൻ കിട്ടിയത്, എടുത്ത് പറയാനുള്ള. പിന്നെ മാളവികയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നടന്ന വിസ്മയമായ ലാലേട്ടനോട് അഭിനയിക്കാൻ പറ്റിയത്. പിന്നെ മാളവിക അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ നടി സംഗീത, അവരുടെ ഒരു തിരിച്ചു വരവും കൂടെയാണ് സത്യൻ അന്തിക്കാടിൻ്റെ ചിത്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ സംഗീതം എന്ന് പറയുന്നവരെ ഈ മാളവികനെയും സംഗീതയും വെച്ച് എനിക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് സംഗീതം എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അവർ ആ സാരി ഉടുക്കുമ്പോഴും ആ ചുരിദാർ ഇടുമ്പോഴും ഇപ്പോഴത്തെ യൂത്ത് പെണ്ണുങ്ങളെ കാട്ടി നല്ല ഗ്ലാമറസ് ആയിട്ട് ഇരിക്കണം. സംഗീത ചേച്ചിക്ക് എൻ്റെ ഒരു ഉമ്മയെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാര്യം 46 വയസ്സാണെങ്കിലും അവരെ നമുക്ക് 46 വയസ്സത്ത് പറയാൻ പറ്റില്ല. അവരെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാലും കോളേജിൽ പഠിക്കുന്ന നമ്മുടെ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിച്ചിറങ്ങുന്ന പിള്ളേരെ പോലെയാണ് ഇരിക്കുന്നവർ. കാര്യം അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ക്യാമിയോ റോളായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ രസതന്ത്രം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ നായികയുണ്ട്. എടുത്ത് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നായികയും കൂടെയാണത്. അല്ല, പടം നമുക്ക് ഇമോഷണലാണെങ്കിൽ നമുക്ക് കോമഡി ആയിട്ട് നമുക്ക് ചിരിക്കാനുണ്ട്, ഒരുപാട് ഇരുന്ന് ചിരിക്കാനുള്ള കണ്ടന്റുകളുണ്ട്. ആ ഓരോ കണ്ടന്റിലും നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന ഓരോ കണ്ടന്റ്, നമ്മുടെ കോമഡി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന കണ്ടന്റുള്ളൂ. അതേപോലെ മ്യൂസിക്കുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട, നെഗറ്റീവ് പറയാനായിട്ടില്ല. നല്ലൊരു ചിത്രമാണ്. ഓണം തൂക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വന്ന് കാണുവാണെങ്കിൽ ഓണം ഉറപ്പായിട്ട് തൂക്കിയിരിക്കും. കാര്യം അത്രയ്ക്ക് ഫാമിലി ചിത്രമാണ്. സത്യനന്ദിക്കാട് ഒരുപാട് നാളുകൾക്ക് ശേഷം വന്ന ഒരു എന്താ പറയുക, നല്ലൊരു കോമ്പൗണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു, ഫീൽ ഗുഡ് ആയിരുന്നു. അത് പണ്ടത്തെ പോലെ തന്നെ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. മൊത്തത്തിൽ നല്ലായിരുന്നു, ഫീൽ ഗുഡ് ആയിരുന്നു. പിന്നെ അവരുടെ രണ്ടുപേരുടെ കോംബോ നല്ലതായിരുന്നു. പിന്നെ അടിപൊളി മൂവി, പറയാതിരിക്കാൻ വയ്യ. നല്ല സിനിമ, ഫാമിലിക്ക് കാണാൻ പറ്റിയത്. മോനുണ്ട്, ഇവർ രണ്ടുപേരും കൂട്ടുകെട്ടെന്ന് പറയാൻ ഭയങ്കരമല്ലേ. സത്യനന്ദിക്കാടും നല്ല സിനിമ, നല്ല ഇഷ്ടപ്പെട്ടു. ഇല്ല സൂപ്പർ, പ്രതീക്ഷ ഭയങ്കര ബ്യൂട്ടിഫുൾ സിനിമയാണ്. ഒരു ഫീൽ ഗുഡ്, പക്ക ഫീൽ ഗുഡ് പടമാണ്. സത്യനന്ദിക്കാടിൻ്റെ ഒരു ട്രീറ്റാണ്, ഓണത്തിനുള്ള ഒരു ട്രീറ്റായിട്ട് തോന്നി. പിന്നെ സംഗീതിൻ്റെയും ലാലേട്ടൻ്റെയും കോംബോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മൊത്തത്തിലെല്ലാം നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മനസ്സിന് ഹൃദയപൂർവ്വം ഹൃദയത്തിലുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട്. ലാലേട്ടൻ്റെ പഴയ ക്യാരക്ടേഴ്സുമായിട്ടൊന്നും റിസംബ്ലൻസ് തോന്നിക്കാത്ത തരത്തിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുറേ നാളായിട്ട് മിസ് ചെയ്യുന്ന ലാലേട്ടനെന്നല്ല, കുറേ നാളായിട്ട് കാണാത്തൊരു ലാലേട്ടനെയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഓണത്തിന് ഏറ്റവും അടിപൊളിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന പടം, സൂപ്പറായിട്ടുണ്ട്. 100% വിജയം, ശുഭപ്രതീക്ഷ. ലാലേട്ടൻ്റെ അടുത്ത ഹാട്രിക് ആയിരിക്കും. നല്ല പടമാണ്, എല്ലാം ഉണ്ട്, നല്ല ക്യാമിയോസ് ഒക്കെ ഉണ്ട്. അതാ കൊള്ളാം ബ്രോ, ഒട്ടും പ്രതീക്ഷയില്ല. കാരണം പക്ക അങ്ങേറെ ഒരു സ്ഥിരം പാറ്റേൺ ആണ് സത്യനന്ദിക്കാട്. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ മോഹൻലാലിൻ്റെ സൈഡ് ചെയ്യുന്നൊരു സാധനം, അത് ഒട്ടും എക്സ്പെക്റ്റ് അല്ലായിരുന്നു. അതായത് സാധനം കൊള്ളാം. പുള്ളി പറഞ്ഞ പോലെ ഭയങ്കര വൈബല്ലെങ്കിലും ഒരു ശ്രീനിവാസൻ മോഹൻലാൽ ടച്ച് ഉണ്ടായിരുന്നു. സംഗീത് പ്രതാപ് മോഹൻലാൽ അങ്ങനെ പക്ക ഫീൽ ഗുഡ് സാധനം. കാരണം ചിരിക്കാണ്, ചിരി കളി എല്ലാ സാധനം ഫുള്ള് സത്യനന്ദിക്കാട് മൂഡ്, പഴയ ഒരു മൂഡ് കൊള്ളാം. ഏതാ പുള്ളി അതല്ല പറഞ്ഞ ശ്രീനിവാസൻ അങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു. പുള്ളി അങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ വൈബ് അടിച്ചത്, സെയിം സാധനം ഉണ്ടായിരുന്നു. രക്ഷയില്ല, അടിപൊളി പടം, ഒന്നും പറയാനില്ല. അടിപൊളി പടം, എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഇറങ്ങിയൊരു പടമുണ്ട്. കാരണം കുറേ നാളായി തോന്നുന്നു ഇങ്ങനെയൊക്കെ കണ്ടിട്ട്, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. സത്യനന്ദിക്കാണ്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ ഈ ലെവലിലോട്ട് എത്തുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ചെയ്യാറില്ല, പക്ഷേ എങ്കിലും ഇത് അടിപൊളിയായിട്ടുണ്ട്. അമൽ ഡേവിസ് പ്രത്യേകിച്ച് പൊളിച്ചടുക്കി കളഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെയല്ല. അടിപൊളി പടമാണ്. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, അതുകൊണ്ടായിരിക്കും ഇത്ര ഇഷ്ടപ്പെട്ടത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മനസ്സ് അത്രയും സന്തോഷത്തോടെയാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് പറയുന്നത് അടിപൊളി പടം, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം ഉറപ്പായിട്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം പുള്ളിക്കാരൻ എല്ലാ പടത്തിലും വന്ന് നമ്മളെ ഞെട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം പണ്ട് മുതലേ പുള്ളിക്കാരൻ അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് ഇപ്പോഴും കാഴ്ചിട്ടുള്ളത്. അടിപൊളി പെർഫോമൻസ് ആണ്, എല്ലാവരും അടിപൊളിയാണ്. അത്രയും സന്തോഷത്തോടെ ഇറങ്ങി വരികയാണ്. അടിപൊളി പടം, അടിപൊളി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ വർഷം തന്നെ ഇപ്പോൾ അടുത്ത ഹാട്രിക് ഹിറ്റാണെന്നാണ് തോന്നുന്നത് ലാലേട്ടൻ്റെ. തുടരുന്ന ശേഷം ഫാമിലി ഓഡിയൻസിന് വേണ്ടി ഫാമിലി ഓഡിയൻസ് നന്നായിട്ട് കയറും. കാരണം നല്ലൊരു പക്ക ഫീൽ ഗുഡ് പടം. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിൽ എന്താണോ പ്രതീക്ഷിച്ചത്
അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് മോഹൻലാൽ ആൻഡ് സംഗീത് പ്രതാപ് കോംബോ അടിപൊളിയായിരുന്നു. നമ്മളെ കോമഡി ബ്ലെൻഡ് ചെയ്ത് ലാസ്റ്റ് ഒന്ന് നമ്മളെ ചിന്തിപ്പിച്ച് ഒന്ന് ഇമോഷണൽ ആക്കിയുള്ള പടം. നല്ല പടമാണ്. പക്ക ഓണത്തിന് ഫാമിലിക്ക് കയറി ആഘോഷമാക്കാൻ പറ്റുന്ന പടമാണ് ഹൃദയപൂർവ്വം. നല്ല പടം. തീർച്ചയായിട്ടും സത്യൻ ചേട്ടൻ്റെ ആ ഒരു കഥയും നല്ല രീതിയിൽ ലാൽ എന്നുള്ള ഒരു വീണ്ടും ഒരു പുതിയ താരം എന്താ പറയുക, ഇന്നത്തെ യുവനങ്ങളിലൂടെ വീണ്ടും തങ്ങളുടെ ഇടയിൽ തിരിച്ചു വരികയാണ്. ഭയങ്കര ഹൈപ്പാണ്. നല്ല സിനിമ. നല്ല എല്ലാ മലയാളികൾക്കും ലാലേട്ടൻ്റെ ഒരു ഓണ സമ്മാനമായിരിക്കും. നല്ല സിനിമ, നല്ല സിനിമ. ഒരു കുടുംബമായിട്ട് കാണേണ്ട സിനിമ തന്നെയാണ്. മോഹൻലാൽ നല്ല പഴയ മോഹൻലാലായിട്ട് നമുക്ക് കാണാം. നല്ല സിനിമ, എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. കുടുംബ പ്രേക്ഷകർ എല്ലാവരും കാണാം, സുഖമായിട്ട് കാണാം, ധൈര്യസമേതം കാണാം, എല്ലാവരും കാണാം. നമ്മുടെ പണ്ടത്തെ മോഹൻലാൽ ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ്. ബോറടിക്കത്തേ ഇല്ല. ഫുൾ ടൈം നമ്മൾ എല്ലാവരും എൻഗേജ് ആയിട്ടിരിക്കും. ജനറേഷനിലെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കാണേണ്ടതാണ്. അതാണ് മെയിനായിട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എന്താണെന്നും ബ്ലൈൻഡ് ആയിട്ടുള്ള സ്നേഹമല്ല സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെയാണ്. പേര് അന്വർത്ഥമാണ്. ഹൃദയപൂർവ്വം തന്നെയാണ് ആ സിനിമ. അത് അത്രയും ആ പേരിന് അത് എന്താണ് പേരെന്നുള്ളതിന് ഈ സിനിമ കാണുമ്പോഴേ അതിന് സസ്പെൻസാണ്. എന്തുകൊണ്ട് ആ പേര് കൊടുത്തു എന്നുള്ളത്. നല്ല സിനിമ, എല്ലാവരും കാണും. നല്ലോണം ഒരു വിജയം. സത്യനന്ദിക്കാട്ട് നമുക്ക് കുറേ വർഷത്തിന് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാട്ടൊരു സിനിമ കാണാനുള്ള സന്തോഷം. നല്ല സിനിമ 100%. നല്ല മൂവിയായിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. ലാലേട്ടൻ കലക്കി, നീതി പുലർത്തി. ആ ടൈറ്റിലിനോട് യോജിക്കുന്ന രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. ഞാൻ ഒട്ടും എല്ലായിടത്തും അതാ പറഞ്ഞു, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്ന് കണ്ടൊരു സിനിമയാണ്. സത്യനന്ദിക്കാട് സാറിന്റെ ഒരു ഫീൽ ഗുഡ് മൂവി. അതെ ലാലേട്ടൻ്റെ ഒരു സിനിമ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ തന്നെ വന്ന് കണ്ടത്. പക്ഷെ ഇങ്ങനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തില്ല. കറക്റ്റ് ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒത്തുപോകുന്ന രീതിയിലുള്ള മേക്കിംഗ്. പിന്നെ സന്ദീപിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കെമിയോസ് കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള കെമിയോസ് ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ എൻഡ് ചെയ്തു. കൈയടിക്കാൻ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, ചിരിക്കാൻ നല്ല മൊമെന്റ്സ് ഉണ്ട്. ഈ ഓണത്തിന് ഒരുപാട് ഫാമിലി ആയിട്ട് ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. ലാലോണാണ്. ലാലേട്ടൻ തൂക്കി എന്നാണ് എന്തോ ഇമോഷൻസ് നല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു സിനിമ കണ്ടിട്ട്. അത് ഇമോഷൻസ് കണ്ടിട്ടല്ല, ലാലേട്ടനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. കോമഡി അടിപൊളി, കോംബോ ആണ് അടിപൊളി. സന്ദീപും ലാലേട്ടനും ഉള്ളതാണ് ആ ഒരു അടിപൊളിയായിട്ടുള്ളത്. അതും കൊള്ളാം. എല്ലാവരും ലാലു അലക്സ്, ബാബുരാജ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് സർ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. കൊള്ളാം. ലാലേട്ടന്റെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ കലക്കിയിട്ടുണ്ട്. നല്ലൊരു എനിക്കൊരു ഓണം കപ്പടിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്.